ലൊക്കേഷനിൽ മോശം അനുഭവമുണ്ടായെന്ന നടി വിൻസി അലൂഷ്യസിന്റെ പരാതിയിൽ സൂത്രവാക്യം എന്ന സിനിമയുടെ നിർമ്മാതാവിനെ വിളിപ്പിച്ച് ഫിലിം ചേംബർ. ഉടൻ ഫിലിം ചേംബറുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് നിർമ്മാതാവ് ശ്രീകാന്ത് വ്യക്തമാക്കി. മോശം അനുഭവത്തെക്കുറിച്ച് സെറ്റിൽ ആരെയാണ് അറിയിച്ചതെന്ന് വിൻസി പറഞ്ഞിട്ടില്ല എന്ന് നിർമ്മാതാവ് വ്യക്തമാക്കി. അതേസമയം സൂത്രവാക്യം സിനിമയുമായി ഷൈൻ ടോം ചാക്കോയും വിൻസി അലൂഷ്യസും സഹകരിക്കുന്നില്ല എന്നും ശ്രീകാന്ത് പറഞ്ഞു. I had a chat with Vinci and she mentioned that some of the people on the set knows about it, and I'm again mentioning the same thing. I genuinely don't know anything about it and no complaint was given. But now the movie is more negatively affected. Yesterday we have released Easter poster and both Vinci or Shine Chako, no one has shared it. And it's not promoting, it's not even going to even 100 or 1000 people. And now I'm going to the film chamber to request the same thing to save my movie. അതേസമയം മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ശേഷം പ്രതികരിക്കാമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് പറഞ്ഞു. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, ഫിലിം ചേംബറിൻ്റെ ഒരു യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഷൈനെതിരെ എന്ത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അജണ്ട എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് നടപടി വരാനാണ് സാധ്യത അഭിനന്ദ്? റിജിത്ത്, നടൻ ഷൈൻ ടോം ചാക്കോ നടി വിൻസി അലോഷ്യസിൽ ലഹരിസത്തിൽ മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫിലിം ചേംബറിനും താരസംഘടനയായ അമ്മയ്ക്കടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെ കേസ് നടക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു താരസംഘടനയുടെ ഒരു അന്തിമമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവാതിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫിലിം ചേംബർ യോഗം ചേർക്കുന്ന. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. 3:30 മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരുക. ഇന്ന് ഈ സിനിമയുടെ സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ശ്രീകാന്ത് കണ്ട്രകുളെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം ഹൈദരാബാദ് സ്വദേശി. കേരളത്തിലെത്തിയത് ഒരുപാട് സിനിമാ മുഖങ്ങളുമായിട്ടാണ്. ഇത്തരത്തിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് തനിക്കറിയില്ല എന്ന് അന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇപ്പോൾ നടി വിൻസി അലൂഷ്യസും ഷൈൻ ടോം ചാക്കോ സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു ആശങ്ക കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഈസ്റ്റർ ദിനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അത് രണ്ടുപേരും ഷെയർ ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്നും ഇപ്പോൾ ശ്രീകാന്ത് കണ്ട്രകുള വ്യക്തമാക്കി. ഉടൻ തന്നെ ഫിലിം ചേംബറുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഇപ്പോൾ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് അറിയിച്ചിട്ടുള്ളത്. എന്നാലും സജി നന്ദിയാട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ശേഷം കൃത്യമായ റിപ്പോർട്ട് ആഭ്യന്തര പരാതി പരിഹാര സെൽ ആണ് നൽകേണ്ടത്. ആ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി നൽകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫിലിം ചേംബറിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുക എന്നും സജി നന്ദിയായിട്ട് വ്യക്തമാക്കി. എന്നാലും 3:30 മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരുക. മോണിറ്ററിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചോളം 7 സംഘടനകൾ, അതായത് അഭിനേതാക്കളുടെ സംഘടനകൾ 7 സംഘടനകളുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക, അമ്മ ഉൾപ്പെടെയുള്ള താരസംഘടനകളിലെ 3 പ്രതിനിധികൾ വെച്ച് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി ഇന്ന് ചേരും. ആ മോണിറ്ററിംഗ് കമ്മിറ്റി ആയിരിക്കും ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ അവിടുത്തെ യോഗത്തിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക. പക്ഷേ ഇതുവരെ മറ്റൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ ഒരുപാട് സിനിമ ഇതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റ് ചെയ്ത സിനിമകൾ പൂർത്തീകരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റു സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുമോ നടക്കുമ്പോൾ നടപടികളിലേക്ക് കടക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനം. എന്നാലും ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ഇന്ന് 3:30 ഫിലിം ചേംബർ യോഗം വൈകിട്ട് 3:30 ചേരാൻ പോവുകയാണ്. അതിനുശേഷം ഷൈനോട് ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തും.